Hello, hi everybody. Very morning. Good morning. Good morning, everybody. തുളസി കതിർന്നുള്ളിയെടുത്ത് കണ്ണനൊരു മാലയ്ക്കായി. സമയം വൈകും പാട്ടെല്ലാം പാടിയത്. ഓ, മുടി കെട്ടേണ്ടതെല്ലാം ഇവിടെയുണ്ട്. അപ്പോൾ വെരി മോർണിംഗ്. വെളിച്ചം വന്നിട്ടില്ല, മഴക്കാറ് പോലെ തോന്നുന്നു. പക്ഷി ആ സൗണ്ടേ ഉള്ളൂ. പിന്നെ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്, രാവിലെ തന്നെ നെഗറ്റീവ് ആണെന്നൊന്നും ആരും വിചാരിക്കരുത്. കാരണം കാരണം എന്താണെന്നറിയോ? പിന്നെ ഇപ്പോഴാണ് ടൈം. കാണാനും കേൾക്കാനും എല്ലാവർക്കും ഇപ്പോഴായിരിക്കുമല്ലോ ടൈം. പിന്നെ ഈ സമയത്താണല്ലോ ഞാൻ പോവാൻ ഇറങ്ങുന്നതും. അതുകൊണ്ടാണ് ഞാൻ ഇപ്പം എടുക്കുന്നത്. അല്ലാതെ രാവിലെ തന്നെ ആയിരിക്കും ഒരു നെഗറ്റീവ് കരുതി കൂട്ടി ഉണ്ടാക്കുന്നതല്ല. അങ്ങനെ ആരും തെറ്റിദ്ധരിക്കരുത്. പിന്നെ എന്നോട് ഈ വീഡിയോ ഇടാൻ തുടങ്ങിയതിന് ശേഷം എല്ലാവരും ചോദിക്കുന്നു, എൻ്റെ വേണ്ടപ്പെട്ടവർ ദ്രോഹം കൂടൂലേ, പിന്നെ ഒറ്റപ്പെടുത്തലും അറിയാലോ എല്ലാവർക്കും എന്താണ് നയങ്ങൾ എന്നല്ല. അപ്പോൾ ഒറ്റപ്പെടുത്തൂലേ, ദ്രോഹിക്കൂലേ? എൻ്റെ ഒരു പ്രിയപ്പെട്ട ഒരു സാറ് ചോദിച്ചു, എന്താ ഇങ്ങനെ റൈസ് ആവുന്നത്, എന്തായിരുന്നു പ്രശ്നം എന്ന് അദ്ദേഹത്തിന് അറിയില്ല. അപ്പം ഞാൻ അനുഭവിച്ചത് ഇനിയൊരു ഒറ്റപ്പെടലോ ഇനിയൊരു വൃത്തികേട് കേൾക്കാനോ ഇനി എൻ്റെ ചുറ്റുപാടൊന്നും എൻ്റെ നാട്ടുകാരുടെ അടുത്തൊന്നും എൻ്റെ ബന്ധുക്കളുടെ അടുത്തൊന്നും ഞാനൊന്നും കേൾക്കാനില്ല. അതുകൊണ്ട് എനിക്കിതൊന്നൊരു വിഷയമല്ല. എപ്പോഴും പറയുന്ന പോലെ ഇത്രയും ജനിച്ച മുതൽ ഇന്ന് വരെ ഒറ്റപ്പെടലേ അനുഭവിച്ചിട്ടുള്ളൂ. അപ്പം അതൊരു പുതിയ അനുഭവമല്ല. ആ ഒറ്റപ്പെടലിൻ്റെ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഇവിടെ എന്തെല്ലാം നിയമം തെറ്റി നടക്കുന്നുണ്ട്, എന്തെല്ലാം ഗുണ്ടായിസ് ഈ നാട്ടിൽ നടക്കുന്നുണ്ട്. എൻ്റെ മോള് 10ാം ക്ലാസ് പഠിക്കുമ്പോൾ ഞങ്ങൾ കറണ്ടിന് അപേക്ഷിച്ചിട്ട് ഞങ്ങൾക്ക് കിട്ടിയില്ല. ഇവളൊറ്റ ബൾബിലായിരുന്നു അന്ന് പഠിച്ചത്. ഒരു ബൾബ് ഒരു റൂമിൽ, വേറെ എവിടെയും ഞങ്ങൾക്ക് കറണ്ടില്ല. 2-3 വർഷം. അവസാനം ഞാനൊരു ചാനലിൽ വിളിച്ചു. ആ ചാനലുകാരൻ വന്നു, എൻ്റെതെല്ലാം കേട്ടു. അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥലത്തേക്ക് പോയപ്പോൾ അയാൾ പേടിച്ചു. അയാൾ അതേപോലെ മടങ്ങിപ്പോയി. പക്ഷേ അയാൾ വന്നതിനൊരു ഗുണമുണ്ടായി. ന്യൂസൊന്നും കൊടുക്കാൻ സമ്മതിച്ചില്ല, പക്ഷെ കറണ്ട് വിളിച്ചു തന്നു. പിന്നെ അതുകൂടാതെ ഞാൻ 13 വർഷമായിട്ടില്ല ഈ വീട്ടിൽ. ഇന്നും താൽക്കാലിക നമ്പർ മാത്രമേ ഉള്ളൂ. അന്ന് തന്ന താൽക്കാലിക നമ്പറിൽ തന്നെ ഇപ്പം നമ്മൾ ഈ വീട്ടിൽ താമസിക്കുന്നു. അപ്പം മനസ്സിലായല്ലോ എന്താണ് ജീവിത സാഹചര്യം എന്ന്. ഞാനിനി നിങ്ങളോട് പ്രത്യേകം അങ്ങനെ എടുത്ത് പറയേണ്ട ആവശ്യം ഇല്ല. ഇതൊരു ചെറിയ കാര്യം. വീട്ടു നമ്പർ കിട്ടിയില്ലെങ്കിൽ എന്താ ഇറക്കാൻ പറ്റുമോ? കറണ്ട് കിട്ടിയില്ലെങ്കിൽ എന്താ ഇറക്കാൻ പറ്റുമോ? ആ 10ാം ക്ലാസ് പരീക്ഷൻ്റെ പ്രാധാന്യം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഒറ്റ ബൾബ് ഒരു റൂമിൽ. ഇത് മാത്രമായിരുന്നു അന്ന് എനിക്ക് ഇവിടെ ഉണ്ടായിരുന്നത്. പിന്നെ അന്ന് പറഞ്ഞ കാരണം കൂടി പറയണമല്ലോ. അടുത്ത വീടുമായിട്ട് 3 മീറ്റർ അകലത്തിൽ എന്തോ ഒരു പോയിന്റ് സംതിങ് കുറവ്. എനിക്കെതിരെ അത് തരാതിരിക്കാനുണ്ടായ കാരണം അതാണ്, ചെറിയൊരു കുറവ്. അപ്പം ഈ നാട്ടിലും ഈ ലോകത്തും കേരളത്തിലും ഒന്നും ഒരു പൊടി പോലും ആരും തെറ്റി നടക്കുന്നില്ല. വളരെ സത്യസന്ധമായിട്ടും വളരെ സ്ട്രെയിറ്റ് ആയിട്ടും യാതൊരു കളവോ ചതിവോ ഒന്നുമില്ലാത്ത മഹാബലി ഭരിച്ച നാട്ടിലാണ് നമ്മൾ വർഷങ്ങളായിട്ട്, അതായത് ഞാൻ ജനിച്ച മുതൽ ഇങ്ങോളം അങ്ങനെ ഒരു കേരളത്തിലാണ് ഞാൻ ജീവിക്കുന്നത്. യാതൊരു കളവും ചതിവും ഇല്ലാത്ത, പീഡനമില്ലാത്ത, വൃത്തികേടില്ലാത്ത, വളരെ സാഹോദര്യത്തോടും സൗഹാർദ്ദത്തോടും നല്ല റിലേഷൻഷിപ്പും കീപ്പ് ചെയ്യുന്ന നല്ലൊരു ലോകത്ത് തന്നെയാണ് ഞാൻ ജീവിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് ഇപ്പം എൻ്റെ സുഹൃത്തുക്കൾ ചോദിക്കുന്ന ഒറ്റപ്പെടുത്തലും ഇവരെ അനാവശ്യമായിട്ടില്ല കൊരയും ഇതൊന്നും എന്നെ ബാധിക്കുന്ന കേസല്ല. കാരണം അതൊക്കെ നമ്മൾ ഈ വല്ലാതെ അങ്ങ് നേരിട്ട് കഴിഞ്ഞാൽ നമുക്കതൊരു വിഷയമായിരിക്കുമോ?
എപ്പോഴും ഒരു മനുഷ്യന് ഇപ്പോൾ നോൺ വെജ് കഴിക്കാത്താക്ക് ഇനി എന്ത് പിന്നെ വലിയൊരു കോഴി പൊരിച്ചതോ എന്തെങ്കിലും ഒന്ന് മുന്നിൽ കൊണ്ടുവച്ചാൽ നമുക്കതിൽ യാതൊരു പ്രത്യേകതയില്ല. നേരെ മറിച്ച് അതൊരു പുളിശ്ശേരിയും ചോറാണെങ്കിൽ കഴിച്ചേക്കാൻ തോന്നും. ഇതുമല്ല, അത്രയേ ഉള്ളൂ. അതായത് എന്തിനാ ഇങ്ങനെ മനുഷ്യനെ ഒരു പരിധി വിട്ട് ദ്രോഹിക്കാനും ശല്യം ചെയ്യാനും വരുന്നത്? അപ്പം ആ ശല്യം ചെയ്യലും നമുക്ക് എന്തുണ്ട്? ഇതൊന്നൊരു വിഷയമല്ല. എൻ്റെ ഏറ്റവും വേണ്ടപ്പെട്ടവർ എന്നോട് ചോദിക്കുന്നത്, ചേച്ചീനെ എന്നെ ഒറ്റപ്പെടുത്തൂലേ, ചേച്ചീനെ എന്നെ വിഷമിപ്പിക്കൂലേ, ചേച്ചീനെ ഇങ്ങനെ ചെയ്യൂലേ, അങ്ങനെ ചെയ്യൂലേ, ശ്രദ്ധിക്കണേ എന്നൊക്കെ ഇൻബോക്സിലൊക്കെ വന്നിട്ട് എല്ലാവരും ഭയങ്കര പേടിയല്ലായിരിക്കും. കാരണം അവരൊക്കെ സുഖിച്ച് ജീവിക്കുന്നതാണ് ഈ ചോദിക്കുന്നവർ. അവർ നല്ല നിലയിൽ ജീവിക്കുന്നതായിരിക്കും. ഞാൻ സുഖിച്ചിട്ടല്ല ജീവിക്കുന്നത്, ഞാൻ സുഖിച്ചിട്ടല്ല വന്നത്. എനിക്ക് ഇപ്പോഴും സുഖമാണെങ്കിലും എൻ്റെ കഴിഞ്ഞ ഓർമ്മകൾ എന്നെ ഭയങ്കരമായിട്ട് വേട്ടയാടുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ ഇങ്ങനെയുള്ള വീഡിയോയിൽ വരുന്നത്. ഒരു കാരണവുമില്ലാണ്ട് ആരെങ്കിലും വീഡിയോയിൽ വരുമോ? ഇനി അതുമല്ല, നിങ്ങൾക്കിനി എന്നോട് തിരിച്ച് മറുപടി പറയാനുണ്ടെങ്കിൽ നിങ്ങൾ പറയും. എന്തുകൊണ്ടാണ് ഒരു കമൻറ്റ് പോലും ഇല്ലാത്ത? എന്തിനാ ഇങ്ങനെ പിറകിലിരുന്നിട്ട്, അതായത് മറഞ്ഞിരുന്ന് വെടിവെക്കുന്നത്? നേരെ വെടിവെക്ക്. എന്തിനാ മറിഞ്ഞിരുന്ന് വെടിവെക്കുന്നത്? സത്യസന്ധമായ അഡ്രസ്സിൽ ജോലി സ്ഥലത്ത് പരാതി കൊടുക്ക്. അതല്ലേ ആണുങ്ങൾക്ക് പറഞ്ഞ പണി. അല്ലെങ്കിൽ എനിക്ക് മറുപടി പറയാൻ നിങ്ങളെ വീട്ടിൽ പെണ്ണുങ്ങളില്ലേ, അവരെ കൊണ്ടൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് പറയിപ്പിക്ക്. എന്താ അത് നിങ്ങൾക്ക് പറ്റാത്ത? എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് പറ്റാത്ത? നിങ്ങളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങി. യൂട്യൂബുകാരങ്ങനെ ഇന്നാൾ വരണം, ഇന്നാൾ വരണ്ട, ഇന്നാൾ ചെയ്തൂടെ, ഇന്നാൾ ചെയ്യണമെന്നൊന്നും യൂട്യൂബ് പറയുന്നില്ലല്ലോ. അപ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങൾ ഇനി മറുപടി പറയാത്ത? അന്തസ്സുണ്ടെങ്കിൽ മറുപടി പറ. ഒറ്റപ്പെടുത്തലും പരിഹസിക്കലും ഇല്ലാത്ത അഡ്രസ്സ് വെച്ച് കേട്ടലും ജോലി സ്ഥലത്ത് വിളിച്ചിട്ട് വൃത്തികേട് പറയലും അവിടെ ഒറ്റപ്പെടുത്താൻ ആഹ്വാനം ചെയ്യലും അപ്രഖ്യാപിത വിലക്കൊന്നുമല്ല മാന്യന്മാർ ചെയ്യേണ്ടത്. തിരിച്ച് വേഗം നേരെ വാ, തിരിച്ച് വാ നേരെ. അതിന് ഞാൻ വെയിറ്റ് ചെയ്യുന്നു. തിരിച്ച് ഇങ്ങോട്ടൊരു സംസാരത്തിന് നാണും മാനും ഉണ്ടെങ്കിൽ വാ. നിങ്ങൾ എന്തിനാ നിങ്ങൾ ഒളിഞ്ഞിരുന്നിട്ട് ഇങ്ങനെ ചെയ്യുന്നത്? എന്തിനാ ഒളിഞ്ഞിരിക്കുന്നത്? നേരെ വന്നൂടെ? ഞാൻ നേരെയല്ലേ സംസാരിക്കുന്നത്, പരസ്യമായിട്ട്. ഈ ലോകം മുഴുവനുള്ള ആൾക്കാർ മലയാളീസിന് എൻ്റെ സംസാരം മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നത്. കണ്ണൂർ സ്ലാങ്ങാണ്, അത് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ നമ്മൾ ഈ ഒരു മറവുമില്ലാതെ ഓപ്പണായിട്ട് പറയാനുള്ളത് പരസ്യമായിട്ട് പറയുന്നുണ്ടല്ലോ. നിങ്ങൾ വാ എന്നോട് സംസാരിക്കാൻ. ഞാൻ തരാമല്ലോ എവിഡൻസ് അടക്കം. പിന്നെ ജോലി സ്ഥലത്ത് ഒറ്റപ്പെടുത്താനോ? അതും ഒരു വിഷയമല്ല. ജോലി സ്ഥലത്ത് ഒറ്റപ്പെടുത്തലും വിഷയമല്ല. ഇതെല്ലാം കണ്ട് മടുത്ത് എല്ലാ പ്രതിസന്ധിയും തരണം ചെയ്തിട്ട് തന്നെ വരുന്നത്. പിന്നെ ചിലർ ചോദിക്കുന്നുണ്ട് മക്കൾക്ക് പ്രശ്നമല്ലേന്ന്. ഇതിനെല്ലാം സാക്ഷികളായ അവർക്ക് ഇനി ഇതിൽ കൂടുതൽ എന്ത് ഉണ്ടാവാനിടേ? ഇതിൽ കൂടുതൽ മോൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ 10ാം ക്ലാസ് പരീക്ഷയ്ക്ക് ലൈറ്റ് ഇല്ലാതെയല്ലേ പഠിച്ചേന്ന്. ഇന്ന് ഏറ്റവും ഹൈ പൊസിഷനിലാണ് ഉള്ളത്. ഒരു ചുക്കും ചെയ്യാൻ പറ്റിയിട്ടല്ലോ. ഇനി അവിടെ പോയി കൊല്ലുമോ? അമേരിക്കയിൽ പോയി കൊല്ലുമോ? എൻ്റെ ദേഹത്തൊരു മണ്ണിട്ട് നോക്ക്, അന്നേരം അറിയാം എന്തായിരിക്കും വിവരമെന്ന്. നിങ്ങളൊരു പൊടി മൺതരി ഇനി എൻ്റെ മേലെ ഇട്ട് നോക്ക്, അപ്പം നിങ്ങൾ വിവരം അറിയും എന്താന്ന്. ഒന്ന് ഇട്ട് നോക്ക്. നേരെ വാ. ഒളിഞ്ഞിരുന്നിട്ട് പരാതി കൊടുക്കാനും, ഒളിഞ്ഞിരുന്നിട്ട് വൃത്തികേട് പറയാനും, ഒളിഞ്ഞിരുന്നിട്ട് കുറേ കല്യാണം കഴിച്ചു എന്നോ കുറേ മറ്റേതാക്കിയെന്നൊന്നും പറഞ്ഞാൽ ഇവിടെ ഒരു വിഷയമൊന്നുമല്ല. നേരെ വാ. അന്തസ്സുണ്ടെങ്കിൽ കുറേ മാന്യന്മാർ ജീവിക്കുന്ന ലോകം. നിങ്ങൾ വിചാരിച്ചതല്ല അവസരം എല്ലാവർക്കും ഉണ്ടെന്നുള്ളതും കൂടി നിങ്ങൾ വിചാരിക്കണം. ഈ അവസരം ഈ ലോകത്ത് എല്ലാവർക്കും വരും ഒരു ദിവസം. എന്താണ്, ഏത് പട്ടിക്കൊരു ദിവസം ഉണ്ട് എന്നല്ലേ പറഞ്ഞേ? അങ്ങനെയല്ലേ പറഞ്ഞേ? പട്ടീനോടൊന്നും ഉപമിക്കേണ്ട യോഗ്യതയൊന്നും ഞാൻ വിചാരിക്കുന്ന ആൾക്കാർക്കില്ല. അതുകൊണ്ട് ഞാൻ അത് പറയുന്നില്ല. പക്ഷേ എന്ത് തന്നെ ആയാലും എല്ലാവരെയും നിങ്ങൾ ഒരു ത്രാസിൽ വെച്ച് തൂക്കണ്ട. നിങ്ങൾ ചെയ്യുന്ന എല്ലാ വൃത്തികേട് പേടിച്ച് സഹിക്കുന്ന ആളുണ്ടാവും. പിന്നെ ഞാനിങ്ങനെ ഒരു ദിവസം വെയിറ്റ് ചെയ്ത് ഇത്രയും കാലം വെയിറ്റ് ചെയ്തതാണ്. സത്യതാണ്, ഞാൻ ഇത്രയും കാലം വെയിറ്റ് ചെയ്തു. ഇതെങ്ങനെ പറയണമെന്ന്. എൻ്റെ നന്ദി മുഴുവൻ യൂട്യൂബിനാണ്. ഞാൻ മുന്നേയും പറഞ്ഞിട്ടുണ്ട്, ഓരോരാളെ വാതിലും വീട്ടിലും എല്ലാം ഇങ്ങനെ തട്ടി പോയിട്ട് ഇതാ എനിക്ക് ഇന്ന പ്രശ്നമുണ്ട് എന്ന് മറ്റെനിക്ക് നടക്കാൻ പറ്റുമോ? പറ്റൂല.
ഈ ഒരു വീഡിയോ ഇടുന്നതിൽ കൂടെ എനിക്ക് കിട്ടുന്ന സംതൃപ്തി പറഞ്ഞാൽ ഈ ഭൂമിയിൽ മറ്റൊരാൾക്കും കിട്ടാത്ത സംതൃപ്തി എനിക്ക് ഈ വീഡിയോയിലുണ്ട്. അത് ലോകത്തൊരാൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഇത് അനുഭവിച്ചവർക്ക് മാത്രമേ മനസ്സിലാവൂ. ഈ ലോകത്തൊരാൾക്ക് മനസ്സിലാവില്ല. എല്ലാം അവരവർക്ക് വരണം, എല്ലാം അവരവർക്ക് വരണം, എന്നാലേ എല്ലാവർക്കും മനസ്സിലാവൂ. അല്ലാതെ ഈ ലോകത്ത് ആർക്കും ഒന്നും മനസ്സിലാവില്ല. സ്വന്തമായിട്ട് അനുഭവിക്കണം. എന്ത് പ്രയാസമായാലും, ഒറ്റപ്പെടുത്തലായാലും, അല്ലെങ്കിൽ വൃത്തികേട് പറയുന്നതായാലും, അല്ലെങ്കിൽ നമ്മൾ ലൈഫിൽ അനുഭവിക്കുന്ന എന്തും സന്തോഷത്തിനെക്കാട്ടിയും പ്രയാസങ്ങളായിരിക്കും നമുക്ക് അനുഭവിച്ചത് മറക്കാതിരിക്കലും. നമുക്കത് നമ്മളിങ്ങനെ ഹർട്ട് ചെയ്ത് ഇങ്ങനെ എന്താ പറയുക, മിക്സിയിൽ ഇങ്ങനെ തേങ്ങയിട്ട പോലെ ഇങ്ങനെ കറങ്ങുന്നത് അനുഭവിച്ചവർക്കേ ഉണ്ടാവൂ, അല്ലാത്തവർക്ക് എവിടെ നിന്നുണ്ടാവാൻ. അതുകൊണ്ട് പേടിപ്പിക്കല്ലേ, ഒരാളും പേടിപ്പിക്കാൻ വരണ്ട. പിന്നെ എൻ്റെ ചങ്ക് ഫ്രണ്ട്സിനോട് പറയാനുള്ളത്, ദ്രോഹിക്കുമ്പം ഒറ്റപ്പെടുത്തുമ്പോഴും ഒന്നും എനിക്ക് വിഷയമല്ല. പിന്നെ എന്നെ തൊട്ട് കളിച്ചാൽ നിങ്ങളൊക്കെ തന്നെയല്ലേ ഇവിടുത്തെ ഏറ്റവും വലിയ എവിഡൻസ്. എൻ്റെ കട്ടച്ചങ്കുകൾ, എൻ്റെ കൂടെ നിൽക്കുന്നവർ ആണോ അല്ലയോ എന്ന് നിങ്ങൾ പറയും. ഞാൻ ഇന്ന് വരെ ഇതുപോലെ ഇടുന്ന വീഡിയോയിൽ ലൈക്ക് ചെയ്യണമെന്നോ സബ് ചെയ്യണമെന്നോ കമൻ്റ് ഇടണമെന്നോ ഞാൻ പറഞ്ഞിട്ടില്ല. ഇന്ന് ഞാൻ ചോദിക്കുന്നത്, എൻ്റെ കൂടെ എത്ര ആളുണ്ടെന്ന്. എൻ്റെ 32,000 ഫോളോവേഴ്സ് ഉണ്ട്. അവർ പറയും എൻ്റെ കൂടെ ഉണ്ടോ ഇല്ലയോ എന്ന്. ഇനി അവർക്ക് പരസ്യമായിട്ട് പറയാൻ പേടിയുണ്ടെങ്കിലും മനസ്സുകൊണ്ട് ഉണ്ടായാൽ മതി. കമൻ്റ് ഇടാനും വരെ പേടിയുള്ളവരുണ്ട്. ഫേസ്ബുക്കിൽ സത്യസന്ധമായിട്ടൊരു വീഡിയോ ഇട്ടാൽ, അല്ലെങ്കിൽ യൂട്യൂബിൽ ഇട്ടാൽ അതിന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂടി പേടിയുള്ള സമൂഹമാണ്. അത്രത്തോളം ഭീകരമാണ് നമ്മളെ ചുറ്റുപാട്. വെരി മോർണിംഗ്, നാളെ രാവിലെ കാണാം. ബൈഡാ.